ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ സത്യാന്വേഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു അന്തജ്ഞാനമായിരുന്നു. ഞാൻ അല്ലെങ്കിൽ നാം എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഈ സംവിധാനപരതയുടെ സൂത്രധാരൻ എന്ന് പറയുന്ന ഒരു ശക്തി സത്യം ഉണ്ടോ, ആകസ്മികമാണോ, സ്വയംഭൂവാണോ? അങ്ങനെ ഹെസിയോദിൻ്റെ കാലം മുതൽ, തേമിസിൻ്റെ കാലം മുതൽ, സോക്രട്ടീസിൻ്റെ കാലം മുതൽ, അരിസ്റ്റോക്രസിൻ്റെ കാലം മുതൽ, അരിസ്റ്റോട്ടിലിൻ്റെ കാലം മുതൽ, ഈസിപ്പസിൻ്റെ കാലം മുതൽ, ഡയോജനീസിൻ്റെ കാലം മുതൽ, ഗാലൻ്റെ, പ്ലാറ്റോയുടെ കാലങ്ങൾ മുതൽ ഇവിടെ നമ്മുടെ കാലം വരെ, അതിനിടയിൽ ആശയവാദികളുണ്ടായി, അനുഭവവാദികളുണ്ടായി, ഭൗതികവാദികളുണ്ടായി, സന്ദേഹവാദികളുണ്ടായി, മതവാദികളുണ്ടായി, മായാവാദികളുണ്ടായി. ആ ചരിത്രത്തിൻ്റെ നൈരന്തര്യത്തിൽ നമ്മളും ഇവിടെ എത്തി നിൽക്കുകയാണ്. അതിൽ വെളിച്ചം കിട്ടി രക്ഷപ്പെട്ടവരുണ്ട്, ഇരുളിൽപ്പെട്ട് തടഞ്ഞവരുണ്ട്, രണ്ടിനും മധ്യേ വിലപിച്ചവരുണ്ട്. മാനുഷിക ചരിത്രത്തിൽ നിർണായകമായ ആലോചന സ്പര്യകൾക്കും അന്വേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കുമെല്ലാം സാക്ഷ്യം വഹിച്ച് അവനവൻ്റെ വൈജ്ഞാനിക മണ്ഡലങ്ങൾ വികസിക്കുമ്പോഴും അതിനെ പുഷ്കലപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സാമൂഹിക പ്രക്രിയയായി നിലനിന്നത് ഈ സത്യാന്വേഷണങ്ങളാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും യുക്തവും വ്യക്തവും സത്യവുമായിട്ടുള്ള സത്യമേതാണ് എന്നതാണ് നാം ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ ഇസ്ലാം അക്കൂട്ടത്തിൽ എന്തുകൊണ്ട് അതല്ലാത്തവയേക്കാളും മികച്ചു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ആശയപരവും അനുഭവപരവുമായിട്ടുള്ള യുക്തമായ ന്യായങ്ങളും നിർണയങ്ങളുമാണ് നാം അന്വേഷിക്കുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം. ഈ പ്രപഞ്ചത്തിൽ, പ്രപഞ്ചം എന്ന് പറയുന്നതിന് ഇസ്ലാമികമായ ഒരു വിവക്ഷ ദൈവേതരമായ ഉണ്മ എന്നാണ്. പ്രപഞ്ചവും സൃഷ്ടാവും മാത്രമേ ഉള്ളൂ. സൃഷ്ടാവ് പ്രപഞ്ചത്തിൻ്റെ ഭാഗമല്ല. ഈ പ്രപഞ്ചേതരനായ പ്രാപഞ്ചികമായ പരിമിതി, പരിവർത്തന, പരസ്പരാശ്രയത്വ, സ്വാഭാവികത്വ, ആപേക്ഷികത്വ, ഉപാധികൾക്ക് വിധേയനാകാൻ പാടില്ലാത്ത അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ എന്നല്ല, മുന്നിൽ എന്നല്ല, ആദ്യ മധ്യാന്തമുള്ള അസ്തിത്വം എന്നുള്ള കാഴ്ചപ്പാട് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് യുക്തമാകുന്നത്? ലോകത്ത് എന്തിൻ്റെയും പിന്നിൽ, ഞാനതിനെ ഈ വിഷയത്തിൻ്റെ ഭാഗമായി സ്വല്പം താത്വികമായി തുടക്കത്തിൽ അവലോകനം ചെയ്യുകയാണ്. പിന്നെ നമുക്ക് പ്രായോഗികമായ വിഷയത്തിലേക്ക് സമയം പോലെ വരാം. ഏതൊരു കാര്യത്തിൻ്റെയും പിന്നിൽ ഒരു കാരണമുണ്ടാകണം, അല്ലേ? അത് വസ്തുവാകട്ടെ, വസ്തുതയാകട്ടെ, ദൃശ്യമാകട്ടെ, അദൃശ്യമാകട്ടെ, അതൊരു അസ്തിത്വമുള്ള കാര്യമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കണം. Whatever begins to exist has a cause. കാരണമില്ലാത്ത ഒന്നിനും അസ്തിത്വം ഉണ്ടാവുകയില്ല. അസ്തിത്വമുള്ളതിനൊക്കെ കാരണമുണ്ടാകും. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് നിർണയങ്ങളിലൂടെ നമുക്ക് ആ പ്രസ്താവന ശരിയാണെന്ന് കണ്ടെത്താം. ഒന്നാമത്തെ കാരണം അത് നമ്മുടെ സഹജബോധമാണ്, നമ്മുടെ ഇൻഡ്യൂഷൻ. അങ്ങനെയാണ്. കാരണം ഇല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന ഒരു ധാരണ നമ്മുടെയൊക്കെ ഉള്ളിൽ രൂഢമൂലമായതാണ്. അതെന്തുകൊണ്ട് രൂഢമൂലമായി എന്നുള്ളതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് അതിന് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. അന്ധജ്ഞാനം എന്നാണ് പറയുക. അന്ധജ്ഞാനങ്ങൾ ഇല്ല എന്ന് പറയുന്ന അനുഭവവാദികളും ഭൗതികവാദികളും ഉണ്ട്. പക്ഷേ ഈ അനുഭവവാദത്തിന്റെയും ഭൗതികവാദത്തിന്റെയും അടിസ്ഥാനം ചില അന്ധജ്ഞാനങ്ങളാണ് എന്നുള്ളതാണ് വാസ്തവം. വഴിയെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്കത്തരം സമസ്യകളെ നിർദ്ധാരണം ചെയ്യാം. കാരണമില്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കില്ല എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു പൊതുവായ ധാരണയാണ്. അതാണ് ഒന്നാമത്തെ ന്യായം. കാരണമില്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ ന്യായം.
രണ്ടാമത്തെ ന്യായം ലോ ഓഫ് കോൺട്രാഡിക്ഷൻ എന്ന് പറയും, വൈരുദ്ധ്യാത്മക പ്രമാണം. കാരണമില്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ കാരണമില്ലാതെ എല്ലാം ഉണ്ടാകുമെന്നുള്ളത് ശരിയാകണം. ഇത് രാത്രിയല്ല എന്നുള്ളത് തെറ്റാവണമെങ്കിൽ ഇത് രാത്രിയാണ് എന്നത് ശരിയാവണം. അത് ലോകത്ത് ഒരു പൊതുവായ പ്രിൻസിപ്പിളാണ്. അത് ആലോചിച്ച് വിഷണ്ണനാവേണ്ട ആവശ്യമില്ല. രണ്ട് പാരഡോക്സുകൾ ഒരുമിക്കില്ല, രണ്ട് ലഖീതകൾ ഇജ്തിമാ ചെയ്യുകയില്ല. കാരണമില്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല എന്ന പ്രസ്താവന തെറ്റാണെങ്കിൽ കാരണമില്ലാതെ എല്ലാം ഉണ്ടാകും എന്നുള്ളത് ശരിയാകണം. അപ്പൊ കാരണമില്ലാതെ വായുവിൽ നിന്ന് കുതിര വരണം, കാരണമില്ലാതെ ലോകത്ത് പ്രതിഭാസങ്ങൾ സംഭവിക്കണം, കാരണമില്ലാതെ ലോകത്ത് പ്രക്രിയകൾ അരങ്ങേറണം. ഒരുതരം കായോസ്, ഗ്രീക്ക് തത്വജ്ഞനായ ഹെസിയോദ് പറഞ്ഞ കായോസ്, അത് സംഭവിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ കാരണമുണ്ട് എന്ന നമ്മുടെ അടിസ്ഥാന പ്രസ്താവനയെ രണ്ട് കാരണം കൊണ്ട് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന്, നമ്മുടെ സഹജാവബോധം അങ്ങനെയാണ്, ഇൻഡ്യൂഷൻ അങ്ങനെയാണ്. മറ്റൊന്ന്, അത് ശരിയല്ലെങ്കിൽ അതിൻ്റെ പാരഡോക്സ് ശരിയാകണം. മൂന്നാമത്തേത് ശാസ്ത്രീയമായ ഒരു തെളിവാണ്. മതത്തെ നിഷേധിക്കുന്ന ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല. ലോകത്തെ ഏറ്റവും വലിയ ഭൗതികവാദിയായിരുന്നു ഒസിമാൻഡിയോസ് എന്ന റംസീസ് രണ്ടാമൻ എന്ന ഫറവോൻ. ആ ഫറവോന്റെ അരികിലേക്ക് പോകുമ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും സഹോദരനോടും ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ വഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. ഏറ്റവും വലിയ സൂപ്പർ ഈഗോ ഡെല്യൂഷൻ ഫിർഔനായിരുന്നു. താൻ പോരിമാ വിഭ്രാന്തി, ഏറ്റവും വലിയ ഭൗതികവാദിയും ഫറവോനായിരുന്നു. ആ ഫറവോനോട് സംസാരിക്കാൻ പോകുന്ന പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിനോടും സഹായിയായ സഹോദരനോടും പറഞ്ഞത് ഖൗലൻ ലയ്യിനൻ, അതിനപ്പുറം മറ്റൊന്നില്ലല്ലോ. പക്ഷേ ശാസ്ത്രം ഞങ്ങളുടെ കുത്തകയാണെന്നും ഞങ്ങൾക്കാണത് പറയാൻ അവകാശപ്പെട്ടതെന്നും ഇനി കൂടുതൽ നിങ്ങൾക്കാണ് ശാസ്ത്രത്തിന്റെ ജ്ഞാനം അറിയുന്നതെങ്കിൽ ശാസ്ത്രീയമായ ജ്ഞാനം കൂടുതലാകലല്ല കാര്യം, ശാസ്ത്രബോധം കൂടുതലാകലാണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രത്തിന്റെ കൂടെ ഒരു പര്യായ പദം പോലെ കാത്തു സൂക്ഷിക്കുന്ന, സ്വയം അവർ കാത്തു സൂക്ഷിക്കുന്ന ഈ നാസ്തിക യുക്തിബോധം കൊണ്ട് നടക്കുന്ന ആളുകൾ, അവർ തന്നെയും അംഗീകരിക്കുന്നതാണ് മൂന്നാമത്തെ തെളിവ് എന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പെട്ടെന്ന് ഈ തത്വത്തിൽ നിന്ന് കയറിപ്പോകും, മറികടന്നു പോകും. കൊസാലിറ്റി എന്നുള്ളതാണ്. പേര് കേൾക്കുമ്പോൾ സ്വല്പം പ്രയാസമാണെങ്കിലും കാര്യം സിമ്പിളാണ്. സബബ് മുസബബ് എന്ന് പറയും, കോസാൻ എഫക്റ്റ് എന്ന് പറയും. ഒരു കാര്യം ഉണ്ടാകാൻ പിന്നിൽ കാരണം ഉണ്ടാകണം എന്നുള്ളത് ശാസ്ത്രം അംഗീകരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ്. അതിനാണ് അങ്ങനെ പറയുന്നത്. ലോകത്തെ എല്ലാ ശാസ്ത്രീയമായ സങ്കല്പങ്ങളും അടിസ്ഥാനപ്പെട്ട് കിടക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾസുകളിൽപ്പെട്ട 5 or 6 പ്രിൻസിപ്പിൾസുകളിൽപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ ഈ പറയുന്ന കോസ് ആൻഡ് എഫക്റ്റ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് യൂണിഫോമൽ ലോ ഓഫ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ യൂണിഫോം പാറ്റേൺ ഓഫ് ദി യൂണിവേഴ്സ് എന്നൊക്കെ വ്യത്യസ്ത പേരുകളിൽ ജോൺ സ്റ്റോർട്ട് മില്ലും അഗസ്റ്റ് കോംറ്റയും ബെർണാഡ് റസലും ഒക്കെ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്ത പേരുകളിലുള്ള പൊതുപ്രതിഭാസങ്ങൾ. അതിന്റെ കൂടെ എല്ലാവരും അംഗീകരിക്കുന്ന മറ്റൊന്നാണ് കോസ് ആൻഡ് എഫക്റ്റ്. അതില്ലാതെ ലോകത്തൊന്നും സംഭവിക്കില്ല എന്ന്. കരിയണമെങ്കിൽ തീ ഉണ്ടാകണം, വിശപ്പ് മാറണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, ദാഹം മാറണമെങ്കിൽ എന്തെങ്കിലും കുടിക്കണം, സന്താനം ഉണ്ടാകണമെങ്കിൽ പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ സംസർഗം നടക്കണം, മഴ പെയ്യണമെങ്കിൽ ബാഷ്പീകരണം നടക്കണം. ഇങ്ങനെ കാരണമില്ലാതെ ലോകത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ളതും വിശദീകരിക്കേണ്ട കാര്യമല്ല. അപ്പോ കാരണമില്ലാതെ ലോകത്തൊന്നും സംഭവിക്കില്ല എന്നുള്ള നമ്മുടെ അടിസ്ഥാനപരമായ തത്വം, അത് അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും അംഗീകരിക്കുന്ന തത്വമാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ തത്വം. ഈ തത്വം നിങ്ങളോട് മറന്നു പോകാൻ പാടില്ല. അസ്തിത്വമുള്ളതിനെല്ലാം ഒരു കാരണമുണ്ടാകണം. രണ്ടാമത്തെ തത്വം, കേവലം ശാസ്ത്രീയമായ നിർണയങ്ങളിലൂടെ മാത്രം നാം പോകുന്നത് ശരിയല്ല, ആശയപരമായ ലോജിക്കിലൂടെ പോകുന്നതും ശരിയല്ല. രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് വിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തുന്നത് കണ്ടെത്താം. രണ്ടാമത്തെ പ്രമാണം ഈ ലോകം അനാദിയല്ല, സൃഷ്ടിയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ നമ്മുടെ പ്രമാണം, ഒന്നാമത്തെ നമ്മുടെ പ്രിമേസ്, ഒന്നാമത്തെ നമ്മുടെ വാക്യം, ഒന്നാമത്തെ നമ്മുടെ അടിസ്ഥാന പ്രസ്താവന നിലനിൽപ്പുള്ളതിനെല്ലാം കാരണമുണ്ടാകണമെന്നതാണെങ്കിൽ, രണ്ടാമത്തെ നമ്മുടെ പ്രസ്താവന ഈ ലോകം, ഈ ദൃശ്യദ്രവ്യ പ്രപഞ്ചം, ദൈവേതരമായ ഈ പ്രപഞ്ചം, ദൈവേതരമെന്ന് പൊതുചർച്ചയിൽ പറയേണ്ട കാര്യമില്ല. ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള തീർപ്പിലേക്ക് നമ്മൾ ഇനിയും എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഉണ്മകൾ എല്ലാം അടിസ്ഥാനപരമായി അതൊക്കെ സൃഷ്ടിയാണ്, അനാദിയല്ല. ഏതെങ്കിലും ഒരു നിർണിതമായ സമയഘട്ടത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. അതാണ് രണ്ടാമത്തെ വാദം. സമയഘട്ടം എന്ന് നമ്മുടെ പരിമിതമായ, നേരത്തെ ഉദ്ഘാടകൻ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ബുദ്ധിയുടെ ഒരു പരിമിതി നാം അംഗീകരിച്ചുകൊണ്ട് ഉപയോഗിച്ച ഒരു വാക്കാണ്. സമയഘട്ടവും ഒക്കെ ഉണ്ടായിട്ട് ഇനി വരേണ്ടതാണ്, നിലവിൽ അതില്ല.
അപ്പൊ എല്ലാം ഒരു നിശ്ചിത പോയിന്റിൽ നിന്ന് തുടങ്ങുന്നതാണ്. അനാദിയല്ല, സൃഷ്ടിയാണ് എന്നതിനെന്തേ തെളിവ്? ഒന്നാമത്തെ പല തെളിവുകളുമുണ്ട്, നൂറുകണക്കിന് തെളിവുകളുണ്ട്, താത്വികമായിട്ട് തന്നെ പറയാൻ. എല്ലാവർക്കും പൊതുവെ മനസ്സിലാകുന്ന ഒരു തെളിവ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെയും നമുക്ക് ഈ പറഞ്ഞ ഒരു തത്വം പ്രയോഗിക്കാം. ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയും. അതായത് അനന്തമായ ഭൂതകാലത്തെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല, അനന്തമായ ഭാവിയെ സങ്കല്പിച്ചാൽ. നിലവിലുള്ള വസ്തുക്കൾക്ക് തന്നെ ഭാവി കാലത്തേക്ക് അനന്തമായിട്ടുള്ള അതിൻ്റെ ലളിതമായ രൂപത്തിൽ നിന്ന് സങ്കീർണമായ രൂപത്തിലേക്കും ചെറുതിൽ നിന്ന് വലുതിലേക്കും ഉള്ള അതിൻ്റെ ഒഴുക്ക് നമുക്ക് സങ്കല്പിക്കാമെങ്കിലും ഇതിൻ്റെ പിന്നിലേക്ക് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ ചൂടുവെള്ളം തണുക്കും, പക്ഷേ തണുത്ത വെള്ളം ഒരു ബാഹ്യമായ ബലം ഇടപെടാതെ ചൂടാകില്ല. അപ്പൊ ഭൂതകാലത്തേക്ക് അനന്തമായി പോവുക എന്നുള്ളത് ഭൗതികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പ്രതിഭാസങ്ങൾക്ക് തന്നെ അസാധ്യമായ കാര്യമാണ്. അതേസമയം ഭാവിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായി ഇന്നത്തെ ഒരു ക്ലാസിക്കൽ ഫിസിക്സിന്റെ അനുമാന പ്രകാരം സർവാംഗീകൃതവുമാണ്. അപ്പോ അതിനാണ് ഈ അവക്രമ സിദ്ധാന്തം, എൻട്രോപ്പി സിദ്ധാന്തം. അത് പ്രകാരം ഭാവി നമുക്ക് അനുമാനിക്കാം, ഭാവിയിലേക്ക് പോകാം, ഭൂതത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഭൂതത്തിലേക്ക് അനന്തമായി പോകാൻ കഴിയുന്നുവെങ്കിലേ അനാദ്യത എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയുകയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, നാം കിതാബുകളിലൊക്കെ തസൽസുൽ എന്ന് പഠിക്കുന്ന ഇൻഫിനിറ്റ് റിഗ്രഷൻ, ഹിൽബർട്ടിയൻ പാരഡോക്സ് എന്ന് പറയും തത്വശാസ്ത്രത്തിൽ. അതായത് പ്രപഞ്ചത്തിന് കൃത്യമായ ഒരു തുടക്കമില്ലെങ്കിൽ, ഒരു പ്രത്യേക പോയിന്റിൽ നിന്നല്ല പ്രപഞ്ചം തുടങ്ങുന്നത് എങ്കിൽ കാരണങ്ങളെ അന്വേഷിച്ച് അനന്തമായി പിറകിലേക്ക് പോകേണ്ടി വരും. നിനക്കാരാ ഈ പുസ്തകം തന്നത്? അവൻ. അവനിക്കാര് അവൻ. അവനിക്കാര അവൻ. അങ്ങനെ ഭൂതകാലത്തേക്ക് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു അനന്ത സാധ്യത ദോഷം എന്ന് പറയാൻ കഴിയുന്ന ഒരു കുഴപ്പം, ബുദ്ധിപരമായ ഒരു കുഴപ്പം അവിടെ ഉണ്ടാകും. എവിടെയെങ്കിലും ചെന്ന് തീരണം. എവിടെ നിന്നാ തുടങ്ങിയത്? എവിടെയെങ്കിലും ചെന്ന് തീരണം. കാരണം ഈ ഭൗതികവാദത്തിന്റെ തന്നെ അടിസ്ഥാനത്തിൽ ദൃശ്യവുമല്ലാത്ത പ്രപഞ്ചത്തെ പരിമിതമായ ആശയ പരിധിക്കുള്ളിൽ ഒതുക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വരണം. ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ. അതിനാണ് അവർ ഈ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത്. അതിനേക്കാൾ എത്രയോ കൂടുതലുള്ളത് ഈ മെറ്റീരിയൽ വേൾഡ് അല്ല, ദൃശ്യപ്രപഞ്ചം അല്ല, മറിച്ച് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ്. അപ്പോ കണ്ടെത്തപ്പെടാത്ത ലോകത്തെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സങ്കല്പം ഭൗതികവാദത്തിലുണ്ട്. ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇനിയും കണ്ടെത്തപ്പെടാത്ത പദാർത്ഥങ്ങൾ. ഇവിടെയൊക്കെ സെൽഫ് റെഫ്യൂട്ടേഷൻ ഉണ്ട്. അത് പദാർത്ഥം തന്നെയാണോ പദാർത്ഥം തന്നെയല്ലേ എന്നൊന്നും തീരുമാനിക്കാൻ വയ്യ. കണ്ടെത്തപ്പെട്ടിട്ടില്ല. കണ്ടെത്തപ്പെടാത്തത് കൊണ്ടാണ് അജ്ഞാതം എന്ന അർത്ഥത്തിൽ ഡാർക്ക് എന്ന പദം അവിടെ ഉപയോഗിക്കുന്നത്. എങ്കിലും വാദത്തിന് അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തികമായ പ്രസ്താവന മുഴുമിപ്പിക്കുവാൻ ദൃശ്യപ്രപഞ്ചമല്ലാത്ത ലോകത്തിന് ശ്യാമപ്രപഞ്ചമെന്നും ശ്യാമോർജമെന്നും പേര് വിളിച്ചുകൊണ്ട് ഒരു പരിധി നിശ്ചയിക്കുന്നുണ്ട്. ആ പരിധി അവിടെ നിശ്ചയിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അനന്തത എന്ന് പറയുന്ന സങ്കല്പവും ഈ പരിധി നിർണയിച്ച ഈ ഭൗതികവാദവും ഒരിക്കലും ഒരുമിക്കില്ല. കാരണം ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിന് കൃത്യമായ പരിധിയുണ്ട്. ദൃശ്യപ്രപഞ്ചം എന്ന പരിധിക്ക് പുറത്തുള്ള അദൃശ്യപ്രപഞ്ചം ഒന്നുകിൽ ദ്രവ്യം തന്നെ അല്ലെങ്കിൽ ഊർജം, ഡാർക്ക് എനർജിയോ ഡാർക്ക് മാറ്ററോ. ഈ വൃത്തത്തിനകത്ത് പ്രാപഞ്ചികമായ സകലമാന ഉണ്മകളെയും അതിന്റെ പരിധിക്കകത്ത് ഉൾക്കൊള്ളിക്കുന്ന ഒരു ഭൗതികവാദ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായ അനന്തത, കാരണങ്ങൾ പിന്നിലോട്ട് ഇൻഫിനിറ്റ് റിഗ്രസീവായിട്ട് പോവുക എന്ന് പറയുന്നത് ശരിയല്ല. പിറകിലോട്ട് പോകുന്നത് ശരിയല്ല. എവിടെയെങ്കിലും വെച്ച് തുടങ്ങിയേ പറ്റൂ. അപ്പോ ഈ ലോകം സൃഷ്ടിയാണ് എന്നുള്ളതിന് താത്വികമായ രണ്ട് ന്യായമാണ് ഞാൻ നിരത്തിയത്. ഒന്ന് ലോ ഓഫ് എൻട്രോപ്പി, മറ്റൊന്ന് ഞാൻ ഈ പറഞ്ഞ ഇൻഫിനിറ്റ് റിഗ്രഷൻ. സ്വാഭാവികമായി ശാസ്ത്രീയമായ മൂന്നാമത്തെ ഒരു തെളിവുണ്ട്. ഇതാണ് ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത തെളിവ്. അത് ബിഗ് ബാങ് സിദ്ധാന്തമാണ്. നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാം. ബിഗ് ബാങ് സിദ്ധാന്തം എന്ന് പറയുന്നത് ലോകം എവിടെ വെച്ചാണ് ആരംഭിച്ചത്, പ്രപഞ്ചം എന്ന് പറയുന്ന അന്വേഷണങ്ങൾക്ക് ഏറ്റവും കൃത്യമായ ചരിത്രപരമായ ഒരു ഗതിനിർണയം സാധിച്ച ഭൗതിക ശാസ്ത്രത്തിലെ ഒരു സങ്കല്പമാണ്, ഒരു കണ്ടെത്തലാണ്, അല്ലെങ്കിൽ ഒരു അനുമാനമാണ് വിസ്ഫോടന സിദ്ധാന്തം. വിസ്ഫോടനമൊന്നും ഉണ്ടായിട്ടില്ല, അതൊരു പരിഹാസ പേരാണ്. പ്രാപഞ്ചിക വികാസ സിദ്ധാന്തം. ആ ബിഗ് ബാങ്ങിന് ശേഷമാണ് പ്രപഞ്ചമുണ്ടായത് എന്ന് ഭൗതിക ശാസ്ത്രം പറയുന്നു. 13.72
ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം ആരംഭിച്ചു. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത്. പ്രപഞ്ചം എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. അതായത് ഈ പ്രാപഞ്ചികമായിട്ട് സകലമാന ദ്രവ്യമാകട്ടെ, ഊർജമാകട്ടെ, അതിൻ്റെ അവസ്ഥാന്തരമാകട്ടെ, സമയമാകട്ടെ, കാലമാകട്ടെ, അതിൻ്റെ അടരുകളാകട്ടെ, അതൊക്കെ അടങ്ങുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് അത് സൂക്ഷ്മവും അതിസാന്ദ്രവുമായിട്ടുള്ള ഒരു നിർണിത പോയിന്റിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് പറയുന്ന അതിപ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയമായിട്ടുള്ള സങ്കല്പം. ഇതൊന്നും നിങ്ങൾക്കാർക്കും അറിയാത്തതല്ല. അതാണ് ബിഗ് ബാങ്. ആ ബിഗ് ബാങ് സിദ്ധാന്ത പ്രകാരം പ്രപഞ്ചം ഒരു നേരിയ, നമ്മുടെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബിന്ദുവിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് പറയാം. ആ സംഭവം നടക്കുന്നത് ശാസ്ത്രത്തിന്റെ തന്നെ അരിത്മാറ്റിക്കലി കണക്കു പ്രകാരം 13.72 ദശലക്ഷങ്ങൾ കൊല്ലം മുമ്പാണ്. അവിടെ അതിശക്തമായ താപമായിരുന്നു. തണുക്കുന്നതിനനുസരിച്ച് പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങിയപ്പോൾ ഇലക്ട്രോണുകളും കോർക്കുകളും രൂപപ്പെട്ടു. ഒരു സെക്കൻഡിന്റെ 1,00,000 സമയത്തിനകം കോർക്കുകൾ ഒരുമിച്ച് കൂടി ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസിനകത്ത് പ്രവേശിച്ചു. അങ്ങനെ വികാസം ആരംഭിച്ചു. 3,80,000 കൊല്ലക്കാലം അതിനകത്ത് കടന്ന ന്യൂക്ലിയസിന്റെ പുറത്ത് ഓർബിറ്റുകളിൽ കറങ്ങിക്കളിച്ച, അല്ലെങ്കിൽ അവിടെ നിലനിന്ന ഇലക്ട്രോണുകളും കോർക്കുകൾക്കകത്തെ ന്യൂട്രോണും, ന്യൂക്ലിയസിനകത്തെ ന്യൂട്രോണും പ്രോട്ടോണും ചേർന്ന് ആദ്യത്തെ ആറ്റം ഉണ്ടായി. തുടർന്ന് ഇന്നത്തെ പ്രാപഞ്ചിക രൂപത്തിലേക്ക് ഘട്ടം ഘട്ടമായിട്ടെത്തി. ഇത് ശാസ്ത്രത്തിന് ഇത് അംഗീകരിക്കേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ ഈ സിദ്ധാന്തം ബെൽജിയംകാരനായ ജോർജിയസ് ലാമാത്രൈ അവതരിപ്പിക്കുമ്പോൾ ഇത് മതവിശ്വാസികൾക്ക് കൂടുതൽ പിൻബലമാകുമെന്നുള്ളതിനാൽ അക്കാലത്തെ ഭൗതികവാദികൾ ആവതി വിധം ഇതിനെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചതാണ്. സാക്ഷാൽ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച, റിലേറ്റിവിറ്റി തിയറി ആവിഷ്കരിച്ച, ചെറുകണങ്ങളെ കണ്ടെത്തിയെന്ന് പറയേണ്ടി വന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലും ഇതിനെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചതാണ്. കാരണം എന്താ? ഇതിനെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഇത് മതവിശ്വാസികൾക്ക് പിൻബലമാകും. സ്വാഭാവികമായി ഒരുപാട് ആളുകൾ ആ സമയത്ത് തന്നെയാണ് പ്രപഞ്ചം വികസിക്കുന്നുവെന്ന് പറയുന്ന എഡ്വേർഡ് ഹബിളിന്റെ സങ്കല്പം കൂടിയാണ് ഇതിന്റെ കൂടെയുള്ളത്. ചെറുകണത്തിലേക്ക് പ്രപഞ്ചത്തെ ചുരുക്കാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായി ആ ചെറുകണത്തിൽ നിന്ന് പ്രപഞ്ചം വികസിക്കേണ്ടതല്ലേ? ഒരു ബലൂൺ വീർപ്പിക്കുമ്പോൾ അതിലുള്ള കുത്തുകൾ, ചെറിയ പൂവുകൾ, അത് കാറ്റ് നിറയുന്തോറും വിപുലമാകുന്നത് പോലെ, അത് അകന്നു പോകുന്നത് പോലെ ഈ പ്രപഞ്ചം വിശാലമായി അതിന്റെ ഔട്ട് സ്പേസിൽ അത് വിശാലമായി അകന്നകന്നേ പോവുകയാണ്, വലുതായേ പോവുകയാണെന്ന് പറയുന്ന അതിപ്രധാനപ്പെട്ട എക്സ്പാൻഷൻ തിയറിയും അതോടനുബന്ധിച്ചു കൊണ്ടുവന്ന ബിഗ് ബാങ് തിയറിയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചം ആരംഭിച്ചത് ഒരു ഡെഫിനിറ്റ് പോയിന്റിൽ നിന്നാണെന്ന് പറയുന്ന അടിസ്ഥാന സങ്കല്പവും പ്രകാരവും നമുക്ക് പറയാം ഈ പ്രപഞ്ചം ആരംഭിച്ചത് ഒരു കൃത്യമായ സമയകാല മുനയിൽ നിന്നാണ്. ഈ സങ്കല്പം എത്തുന്നതിന് മുമ്പ് ഇത് യൂറോപ്യൻ ആശയവാദികൾക്കും യൂറോപ്യൻ അനുഭവവാദികൾക്കും ഒരുപാട് അബദ്ധങ്ങൾ പണഞ്ഞു പോയിരുന്നു. ഞാൻ അതിനെ ചുറ്റിപ്പറ്റി അധികം സംസാരിക്കുന്നില്ല. സാക്ഷാൽ ഇമ്മാനുവൽ കാന്റിനെ പറ്റി സ്റ്റീഫൻ ഹോക്കിംഗ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ യൂട്യൂബിലെ വലിയ വൈറലായ ഒരു പ്രസംഗമാണല്ലോ. അതിൽ തന്നെ പറയുന്നു, സമയം അബ്സല്യൂട്ട് ആണ്, നിരാക്ഷേപമാണ് സമയം. ഫ്രം ഡെഫിനിറ്റ് പോയിന്റ് ടു ഡെഫിനിറ്റ് പോയിന്റ് അല്ലെന്നുള്ള വിശ്വാസപ്രകാരമാണ് ഇമ്മാനുവൽ കാന്റിന് ആശയപരമായ അബദ്ധങ്ങൾ സംഭവിച്ചത് എന്ന് ഇന്ന് ആശയവാദത്തെയും അനുഭവവാദത്തെയും യുക്തിവാദത്തെയും ശാസ്ത്രവാദത്തെയും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുവാൻ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണം യൂറോപ്യന്മാർക്ക് നൽകിയ ഇമ്മാനുവൽ കാന്റിന് പോലും അബദ്ധം പറ്റിയത് ആ സങ്കല്പം മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന്. ഞാൻ അധികം വിഷയം അങ്ങോട്ടേക്ക് പോകുവാനല്ല ആഗ്രഹിക്കുന്നത്. ബിഗ് ബാങ് എന്ന് പറയുന്ന തിയറിയെ ഇന്ന് ലോകത്ത് കേവല സാക്ഷരതയുള്ള ഒരാളും അംഗീകരിക്കില്ലെങ്കിലും തള്ളുകയില്ല എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. അത് പ്രകാരവും ഒരു കൃത്യമായ പോയിന്റിൽ നിന്നാണ് പ്രപഞ്ചം തുടങ്ങിയത്. അപ്പോൾ 2 പ്രസ്താവനകളായി.
നിലനിൽപ്പുള്ളതിനെല്ലാം പിന്നിൽ കാരണമുണ്ടാകണം. പ്രപഞ്ചമാകട്ടെ സൃഷ്ടിയാണ്, അനാദിയല്ല. ഈ രണ്ട് പ്രസ്താവനകളും കൂട്ടിവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും, പ്രപഞ്ചം അനാദിയല്ല എന്ന് പറഞ്ഞാൽ പിന്നിൽ കാരണക്കാരനുണ്ട് എന്നർത്ഥം. ഈ രണ്ട് പ്രസ്താവനകളും കൂട്ടിവെക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കൺക്ലൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകണം.